കഅബ പുതുക്കിപ്പണിയൽ അവസാന ഘട്ടത്തിലെത്തിയതിനാൽ കഅബാലയത്തിന്റെ പരിസരം വളരെ സന്തോഷത്തിലും ആഘോഷത്തിലുമാണ്. ആകെ ബാക്കിയുണ്ടായിരുന്നത് ഹജറുൽ അസ്വദ് തൽസ്ഥാനത്ത് വെക്കുക എന്ന പുണ്യമായ കർമ്മം മാത്രമായിരുന്നു. സ്വർഗത്തിലെ കല്ലായതിനാൽ തങ്ങളുടെ തലവൻ അത് വെക്കണമെന്ന ഗോത്രങ്ങളുടെ വാശി ഒടുവിൽ വലിയ തർക്കത്തിലാണ് ചെന്നവസാനിച്ചത്. അന്ന് മക്കയിൽ വൃദ്ധനായൊരു പണ്ഡിതനുണ്ടായിരുന്നു. ഈ തർക്കം ഇങ്ങനെ നീണ്ടുപോയാൽ ഒടുക്കം കഅബ പൊളിക്കേണ്ട സാഹചര്യം വരുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ തർക്കത്തിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എല്ലാ ഗോത്രങ്ങളും തൃപ്തിപ്പെടുന്ന രീതിയിൽ ഞാൻ ഒരാളെ നിയമിക്കാം. അയാൾ ഹജറുൽ അസ്വദ് തലസ്ഥാനത്ത് വെക്കും. ഈ വാതിലിലൂടെ ആദ്യം വരുന്ന ആളെ നമുക്ക് ആ പുണ്യകർമ്മത്തിനായി നിശ്ചയിക്കാം. ആ ഒരു അഭിപ്രായം എല്ലാവരും സ്വീകരിച്ചു. തർക്കം അതോടെ അവസാനിച്ചു. എല്ലാവരും പ്രതീക്ഷയോടെ വാതിലിനടുത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ആരോ നടന്നു വരുന്നുണ്ട്. ആഗതൻ അടുത്തെത്തിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിടർന്നു. അത് അൽ അമീനായിരുന്നു. അതെ, നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ സ്വരത്തിൽ എല്ലാവരും അൽ അമീനിനെ അംഗീകരിച്ചു. കാര്യങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കിയ ശേഷം നബി ഒരു വസ്ത്രം ചോദിച്ച് അത് മണ്ണിൽ വിരിച്ച് നടുവിൽ ഹജറുൽ അസ്വദ് വെച്ചു. എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. തർക്കത്തിലുള്ള എല്ലാ ഗോത്ര തലവന്മാരെയും വിളിച്ച് ഓരോരുത്തരോടും വസ്ത്രത്തിന്റെ ഓരോ ഭാഗത്തായി പിടിക്കാൻ പറഞ്ഞു. എല്ലാവരും ചേർന്ന് അതെടുത്തുയർത്തി. ശേഷം അൽ അമീൻ അതെടുത്ത് യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്തു. വളരെ മനോഹരമായി എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വലിയ തർക്കത്തെ വളരെ രമ്യമായി പരിഹരിക്കുകയാണ് ചെയ്തത്.